നമസ്തേ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹെൽത്ത് സൈക്കോളജി സ്ട്രെസ് എന്ന ഭാഗമാണ്. ഹെൽത്ത് സൈക്കോളജി വേഗം വികസിക്കുന്നതായ ഒരു സൈക്കോളജി ഫീൽഡിലുള്ള ഏരിയയിലാണ്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഹെൽത്ത് സൈക്കോളജി വളരെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് സ്പോർട്സ് ഫീൽഡിൽ ഹെൽത്ത് സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട്, ക്ലിനിക്കിൽ ഹെൽത്ത് സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട്. കാരണം കൂടുതലും ഇന്ന് ആൾക്കാർ ഹെൽത്തിനെ കുറിച്ച് അവെയറാണ്. അപ്പം ആരോഗ്യം ഉള്ളൊരവസ്ഥ, ആ അവസ്ഥ എല്ലാവരും സ്വപ്നം കാണുന്നതാണ്. ആരോഗ്യമുള്ള അവസ്ഥ എന്ന് വെച്ചാൽ രോഗമില്ലാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായും ആധ്യാത്മികമായും തലങ്ങളിൽ ഒരു മനുഷ്യൻ സമൂഹവുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കുക. അപ്പം സമൂഹമായിട്ട് ചേർന്ന് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല, രോഗം ഇല്ല എന്ന് ഡോക്ടർ പറയുന്ന ഒരവസ്ഥ മാത്രമല്ല, നമുക്ക് മാനസികമായിട്ട് അത് ബോധ്യമാകുകയും വേണം. പലപ്പോഴും നമ്മൾ കാണുന്നത് എനിക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ശരീരത്തിന് വേദനയുണ്ട്, കൈകാലുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ചെസ്റ്റിന് വേദനയുണ്ട്, വയറ്റിൽ വേദനയുണ്ട്, കാലുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ട്, എഴുന്നേക്കാൻ വയ്യ എന്നിരിക്കുന്നുണ്ട്. പലപ്പോഴും അവരെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ട് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മറ്റ് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഉണ്ടായി കാണുകയില്ല. അപ്പോഴാണ് അത് മനസ്സിലാകുന്നത് ഒരു മാനസികമായ ഒരവസ്ഥയാണ്, രോഗി ആണ് എന്ന് എനിക്ക് തോന്നുന്ന മാനസികമായ ഒരവസ്ഥ. വേറെ ചില ആൾക്കാരുണ്ട് രോഗമായിട്ടും അത് നമ്മൾ മനസ്സിലാക്കുക, അതിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ അതിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുക. ചില ആഹാരം കഴിക്കുക, കാരണം നമുക്ക് രോഗം വരുമെന്നുള്ള തോന്നും, നമുക്ക് അറിയാമെന്നറിയാം, കൂടുതലും മധുരം ഉപയോഗിച്ച് നമുക്ക് അസുഖം വരും, കൂടുതൽ ആഹാരം കഴിച്ചാൽ നമുക്ക് അസുഖം വരും, ഒബിസിറ്റി പോലുള്ള രോഗങ്ങളുണ്ടാകും, ഒബിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിന് മറ്റു പ്രശ്നങ്ങളുണ്ടാകുമെന്നറിയാം. എന്നിരുന്നാൽ തന്നെ ഇതൊക്കെ അനുസരിച്ചും പ്രവർത്തിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പം ഹെൽത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സമൂഹത്തിൽ ശാരീരികമായി രോഗമില്ലാത്തൊരവസ്ഥ, മാനസികമായി സമൂഹമായിട്ട് ചേരുന്ന ഒരവസ്ഥ, മാനസികമായി എല്ലാ തലങ്ങളിലും അവന് എഴുകിച്ചേരാൻ പറ്റുന്ന ഒരവസ്ഥ. ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ രീതി അനുസരിച്ചാണെങ്കിൽ അവന് ആത്മീയമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ദൈവത്തെ വിശ്വസിക്കുക അങ്ങനെയെന്നുള്ള നമ്മുടെ ഇന്നർ പീസ്, ഒരു ആന്തരികമായ മനസ്സമാധാനം, അങ്ങനെ ഒരു അവസ്ഥ കൂടെയാണ് ഹെൽത്ത് സൈക്കോളജി കൊണ്ട് വിവക്ഷമാക്കുന്നത്. അപ്പം ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുമ്പം അത് രോഗിയായി, ഡോക്ടറെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രഷറുണ്ട്, ബ്ലഡ് പ്രഷറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ട്, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ രോഗിയായിട്ട് വരും. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മാനസികമായി നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷനുണ്ട്, അപ്പോൾ അയാൾ മാനസികമായി രോഗമായി വരും. അപ്പം ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് അയാളെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അത് ഡിസീസായിട്ടും എനിക്ക് തോന്നുന്ന ഒരവസ്ഥ, എൻ്റെ മാനസികമായി എനിക്കൊരു രോഗമുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ, ഒരു ഇൽനെസ്സും. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക, ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക, വിദ്യാർത്ഥികളാകുമ്പോൾ പഠിത്തത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക, കുടുംബിനികളാകുമ്പോൾ കുടുംബത്തിലെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. അങ്ങനെ വരുന്ന അവസ്ഥയിൽ സിക്നസ് എന്ന് പറയുന്ന അവസ്ഥയിൽ രോഗിയായി മാറുന്നു. അപ്പം ഡോക്ടറെ കണ്ടുപിടിക്കുന്നു, ഞാനത് അനുഭവിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പ്രവൃത്തിയെ ബാധിക്കുമ്പോൾ ഞാനൊരു രോഗിയായി മാറുന്നു. അപ്പം ഹെൽത്ത് സൈക്കോളജി വിവക്ഷമാക്കുന്ന, ഹെൽത്ത് സൈക്കോളജി ഡീൽ ചെയ്യുന്നത് എന്താണ് ഹെൽത്ത്, സമൂഹത്തിൽ എന്താണ് ആരോഗ്യം എന്ന് പറയുന്ന അവസ്ഥ. കിട്ടും എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതും. അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് അയാൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക, എന്ത് കാരണങ്ങളും ആകാം. ചിലപ്പോൾ താൽക്കാലികമായുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നടന്ന എന്തെങ്കിലും പ്രശ്നമാകാം, അതല്ലെങ്കിൽ അയാൾക്കുണ്ടായ മറ്റെന്തെങ്കിലുമായ കാര്യങ്ങളായ പരീക്ഷയിൽ എഴുതുന്നു, പരീക്ഷയുടെ മാർക്ക് വരുന്നു, അയാൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ വിചാരിച്ചത്രയും മാർക്ക് കിട്ടുന്നില്ല, ആൾ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നു.
അപ്പോൾ വീട്ടുകാരുടെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം എല്ലാവരും പറയുന്നു, എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചതിന് അത്രയും കിട്ടുന്നില്ല. അവിടെ ചെന്ന് എല്ലാവരും പറയുന്നത് എന്താ, തനിക്ക് ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, നീ വിചാരിച്ചത്രയും കിട്ടിയില്ല, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അത് കഴിഞ്ഞായിരിക്കും അയാളെ സമാശ്വസിപ്പിക്കാൻ പോവുക. അപ്പം ആൾക്ക് നേടേണ്ട അത്രയും നേടിയില്ല എന്ന് പറയും. നമ്മുടെ സമയം നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വിഷാദത്തിലേക്ക് പോവുകയും ആ വിഷാദത്തിൽ നിന്ന് അയാൾക്ക് മറ്റ് ഇതുണ്ടാകും. അത് ശാരീരികമായ രോഗത്തിലേക്ക് ബാധിക്കും. അതല്ല അവിചാരിതമായിട്ട് നല്ല സ്നേഹത്തോട് കൂടി ചെയ്യുന്ന ഹസ്ബൻഡ് ആർ വൈഫ്, ഭാര്യ ഭർത്താക്കന്മാർ, അതിൽ ആരുടെയെങ്കിലും ഒരാളുടെ നഷ്ടം, എന്തെങ്കിലും ഒരു അപകടം മരിക്കൂ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്, ആളുകൾ നമ്മളെ വിട്ട് പിരിഞ്ഞെന്നിരിക്കട്ടെ, അപ്പം പെട്ടെന്നുണ്ടാകുന്ന ആ നഷ്ടം താങ്ങാൻ പറ്റാതെ ആ ആള് മാനസികമായി തകർന്ന് രോഗിയായിട്ട് മാറാം. സാഹചര്യങ്ങൾ, അതായത് എല്ലാ ദിവസവും ഇപ്പോൾ ഒരു അധ്യാപകനാണെന്നിരിക്കുക, അയാളുടെ വീട് ഒരു സ്കൂള് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് ചെയ്യുന്ന ഒരാൾ, അയാളുടെ ജോലി സ്ഥലവും ആളുമായിട്ടുള്ള അകലം, വീടുമായിട്ടുള്ള അകലം 2-3 കിലോമീറ്റർ. എല്ലാ ദിവസവും ആൾ നടന്നു പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആൾക്കൊരു വണ്ടി വാങ്ങിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വണ്ടി കിട്ടി. അയാൾ എല്ലാ ദിവസവും വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇന്നലെ വരെ നടക്കുന്നു, ആ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം പെട്ടെന്ന് വണ്ടി വാങ്ങുന്നു. അപ്പോൾ ജീവിത ശൈലി മാറി, അപ്പം വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പം അയാളുടെ നടപ്പെന്ന് പറയുന്നതായ ആ ഒരു പ്രക്രിയ അത് കുറയുന്നു. ആഹാരം കൂടുതൽ കഴിക്കുന്നു, പെട്ടെന്ന് വണ്ണം വെക്കുന്നു, BP ഉണ്ടാകാം, ബ്ലഡ് ഷുഗർ ഉണ്ടാകാം, അങ്ങനെ പതുക്കെ രോഗിയും വരാം. അപ്പം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാകാം, നമ്മൾ ജീവിക്കുന്ന സന്ദർഭങ്ങൾ മാറുന്നതാകാം, സൗകര്യങ്ങൾ മാറുന്നതാകാം, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടായ വ്യത്യാസങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമാകാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നമ്മുടെ ശാരീരികമായി ബാധിക്കുകയും ആ ശാരീരികം അത് മാനസിക രോഗത്തിലേക്ക് വരികയും സമൂഹവുമായിട്ട് ചേരാൻ പറ്റാതെ വരികയും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യന് അവൻ്റെ ആരോഗ്യാവസ്ഥയിൽ നിന്ന് അനാരോഗ്യാവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കണം, ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഹെൽത്ത് സൈക്കോളജി ഡീൽ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, ടെക്നോളജി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി വ്യത്യാസം വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം നമ്മുടെ രീതി മതി. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ വന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നമ്മൾ മാറ്റപ്പെട്ടു. അപ്പം ഇന്ന് നമ്മൾ തല ഉപയോഗിച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ജോലി എന്ന് പറഞ്ഞ് മാറി. അപ്പം നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന, ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് 2 രീതിയിൽ, ഒന്ന് നമ്മൾ പല ആൾക്കാരുമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ ഇന്ന് പെടുന്നു, മറിച്ച് നമ്മൾ ധാരാളം ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ സാധിക്കുന്നു. ഇത് രണ്ടും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ പലപ്പോഴും മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടികൾ അനാവശ്യമായി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ അവരുടെ മാനസികമായി ഇത് ബാധിക്കുന്നു. ആ മാനസികമായ അവസ്ഥയെ ഇത് ബാധിച്ചിട്ട് പലപ്പോഴും അവരെന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നു. അപ്പോൾ നോക്കണം, ഒരു ടെക്നോളജിയിലുണ്ടായ വ്യത്യാസമാണ്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് അത് ഓരോ മനുഷ്യനെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ഹെൽത്ത് സൈക്കോളജിക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി പുരോഗമിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിച്ച സമയങ്ങൾ, ഹെൽത്ത് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു വിഭാഗമാണ് നമ്മൾ പറഞ്ഞത് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു സാഹചര്യത്തെ നമ്മളെങ്ങനെ വിലയിരുത്തുന്നു, ആ സാഹചര്യത്തോട് മനസ്സും ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു. അപ്പം എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിലോട് ആ സാഹചര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, അപ്പം എങ്ങനെയാണോ ആ പർട്ടിക്കുലർ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രതികരിക്കേണ്ടി വരിക, ആ പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. അപ്പം എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ഉണ്ട്, അതാണ് സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ഉണ്ടാകുന്ന നമ്മുടെ എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന ചില ഇവൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ
ഫോഴ്സസ് ആകാം. അത് ഇന്റേണലും എക്സ്റ്റേണലും ആകാം. സ്ട്രെസ്സസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഉണ്ടാക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ എൻവോൺമെന്റൽ സ്ട്രെസ്സാണ്. പക്ഷെ അകത്തുണ്ടാകുന്ന നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന അല്ലെ ചിന്താഗതികൾക്കുണ്ടാകുന്നതായ ഇതും സ്ട്രെസ്സസ് ആകാം. അപ്പം ആദ്യം എൻവോൺമെന്റൽ സ്ട്രെസ്സാണ്. പുറത്തുനിന്ന് നമ്മുടെ എന്തെങ്കിലും നമ്മളെ പ്രഷറൈസ് ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരാക്കുക, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറുക. ആ സാഹചര്യങ്ങൾ മാറുമ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, ആ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ച് പെരുമാറുകയും നമ്മുടെ വെൽബീയിങ്ങിന് അതുമായിട്ട് ചേരാനുള്ള പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതികരണമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിനോട് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം, ബോഡിയും മനസ്സും, ശരീരവും മനസ്സും എങ്ങനെ ആ ഒരു പ്രത്യേക ആവശ്യത്തോട് പ്രതികരിക്കുന്നു, അതിനെയാണ് നമുക്ക് സ്ട്രെസ് എന്ന് പറയാൻ സാധിക്കുക. ഒരു അല്ലെങ്കിൽ കുറച്ച് വേറെ ഡെഫിനേഷൻ പറയുന്നത് സാഹചര്യത്തിൽ ഉണ്ടാകുന്ന, ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു. അപ്പം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഉദാഹരണത്തിന് നമുക്ക് മഴയുണ്ടാകുന്നു, മഴ പെയ്യുന്നു, ഇന്നിപ്പോൾ മഴ പെയ്യുന്നു. അപ്പം മഴ പെയ്യുന്നു എന്ന് പറയുന്ന ഒരു കൃഷി ഇറക്കുന്ന ആളെ, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഇറക്കിയ സമയത്ത് മഴ പെയ്യുക എന്ന് പറയുന്നത് നല്ലതും, അതേ സമയത്ത് അയാൾ കൃഷിയെല്ലാം കഴിഞ്ഞ് വിളവെടുക്കുന്ന സമയത്ത്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ല് കൊട്ടിയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്യുക. അല്ലെങ്കിൽ ഒരേ സാഹചര്യങ്ങളാണ് നമ്മളതിൽ അപ്രൈസ് ചെയ്യുമ്പോൾ. മഴ പെയ്തു, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം മഴ അനുഗ്രഹമാണ് കൃഷി ഇറക്കുന്ന സമയത്ത്. അതേസമയത്ത് വിളവെടുപ്പിൻ്റെ സമയത്ത് മഴ പെയ്യാന്ന് വെച്ചാൽ നല്ലതല്ല. അപ്പം ഈ ഒരു പേഴ്സൺ, ഒരു വ്യക്തി ആ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു, ആ വിലയിരുത്തലും കൂടെ കൂടിയിട്ടാണ് നമ്മൾ അതിനെ സ്ട്രെസ് എന്ന് പറയാം. ആ വിലയിരുത്തൽ എങ്ങനെ പ്രതികരിക്കുന്നു, അതായത് ഉദാഹരണത്തിന് കൃഷി ഇറക്കിയ ഒരാൾക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും, അയാൾ തുള്ളിച്ചാടും. അയാളുടെ പ്രതികരണം, അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരുവിധ ആ സാഹചര്യത്തെ അയാൾ കാണുന്നത് നല്ലൊരു കാര്യമാണ്, അപ്പോൾ സ്ട്രെസ് ഉണ്ടാവില്ല. അതേസമയത്ത് കൃഷി കഴിഞ്ഞിട്ട് വിളവെടുത്ത് എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു മഴ പെയ്തു എന്നിരിക്കട്ടെ, മഴ പെയ്താൽ അതിന് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ചിലപ്പം ആ വിളവെടുത്ത സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോകാം, ഇല്ലെങ്കിൽ ആ സാധനത്തിന് വില കൂടാം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകാം. അപ്പം അതേ സാഹചര്യം, അത് മഴ എന്ന് പറയുന്ന ഒരേ കാര്യത്തിൽ എങ്ങനെ നമ്മൾ വിലയിരുത്തി, എങ്ങനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ കാണുന്നു, ആ കാണുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ്സായിട്ട് പറയുകയും അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം എങ്ങനെ വരുന്നു, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രെസ് കൊണ്ട് ഉപയോഗിക്കുക. അപ്പം അതിന് ആ ചേഞ്ച് വരുമ്പോൾ ഒന്ന് ആലോചിക്കണം, അങ്ങനെ മാനസികമായിട്ട് വരുന്നുണ്ട്, ശാരീരികമായിട്ട് വരുന്നുണ്ട്, അതിനെ എമോഷണലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, റെസ്പോണ്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മളൊരു മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ സന്തോഷം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടുന്നു, ചിരിക്കുന്നു, ബഹളം വെക്കുന്നു. അതേ സമയത്ത് വിളവെടുക്കുന്ന സമയത്ത് മഴ പെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായി തളർന്നു പോകുന്നു, മാനസികമായിട്ട് തളർന്നു പോകുന്നു, എമോഷൻ ചിലപ്പോൾ കരയാം, ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും ചെയ്തെന്ന് വരാം, വൈകാരികമായ എന്തെങ്കിലും ചെയ്തു വരാം. അപ്പം ഇങ്ങനെ വരുന്ന ആ റിയാക്ഷനും കൂടെ കൂട്ടിയിട്ടാണ്, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചിനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളതിന് സ്ട്രെസ് എന്ന് പറയുന്നത്. രണ്ട് പെർസ്പെക്റ്റീവുണ്ട്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്. ഈസ്റ്റേൺ പെർസ്പെക്റ്റീവാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷെ ഈസ്റ്റേൺ അത് നമ്മൾ പൗരസ്ത്യമായ നമ്മുടെ നാട്ടിലുള്ള ചിന്താഗതി വെക്കാം, ഇന്നർ പീസ്, അത് ആന്തരികമായ സമാധാനം. നമ്മൾ ഇന്നർ പീസ് എന്ന് പറയും. ഇന്നർ പീസ് എന്ന് വെച്ചാൽ മനസ്സിൻ്റെ നമ്മുടെ സമാധാനം കൂടെ കൊടുക്കണം, നമ്മൾ സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാനസികമായ അവസ്ഥ അത് വളരെ സമാധാനമായി, കാമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുക. നമ്മൾ പറയില്ല, മാനസികമായിട്ട് ഞാൻ വളരെ ശാന്തനാണ്, സമാധാനമാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് മാനസികമായിട്ട് ബാധിക്കുന്നില്ല. സോ ഇപ്പം ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ പീസ് ഉണ്ടാകുന്ന ഒരു സമയത്താണ് സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇന്നർ പീസ് പോയാൽ അത് സ്ട്രെസ് എന്ന് പറയാം. നമ്മൾ സ്പിരിച്വൽ ലെവലിലേക്കാണ് എത്തിക്കുക. അതുകൊണ്ട് പലപ്പോഴും സ്ട്രെസ്സിനെ നേരിടാൻ വേണ്ടി
സ്ട്രെസ്സിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള അത് നമ്മുടെ സ്പിരിച്വൽ ലെവലിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിനെ നേരിടാൻ പറ്റുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഗാസനം ചെയ്യണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് അമ്പലങ്ങളിൽ പോകണം, പള്ളിയിൽ പോകണം, അവിടെ ഭജനയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ അവിടുത്തെ പൂജാവിധികളിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കണം, അവിടെ വരുന്ന ആൾക്കാരുമായിട്ട് പങ്കെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ വായിക്കണം, ബൈബിള് വായിക്കണം, ഭാഗവതം അല്ലെങ്കിൽ ഭാരതം വായിക്കണം, രാമായണം വായിക്കണം എന്നൊക്കെ പറയുന്നത് ആ ഇന്നർ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ സ്ട്രെസ്സിനെ നേരിടാനായിട്ട് സാധിക്കും. അപ്പം ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടങ്ങളിലെന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നർ പീസാണ്, ആന്തരികമായ സമാധാനത്തെയാണ് ഇന്നർ പീസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സസ് പല കാറ്റഗറി സ്ട്രെസ്സസ് ഉണ്ട്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. എൻവോൺമെൻറ്റൽ കാര്യങ്ങളാകാം, സോഷ്യലാകാം, അല്ലെങ്കിൽ ലൈഫ് ഈവൻറ്റ്സ് ആകാം. ഇതൊക്കെയാണ് നമുക്ക് കാറ്റഗറീസ് സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നടക്കുക, നമുക്ക് എന്നെ നേടാൻ പറ്റും. സൈക്കോളജി മാനസികമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എൻവോൺമെൻറ്റുള്ള ചുറ്റുപാടുകളിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതാകാം, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന വ്യത്യാസമാകാം. ഒരു പക്ഷേ നമ്മൾ ഒരു സമൂഹത്തിൽ നിന്ന് വേറെ സമയത്തിലേക്ക് മാറി താമസിക്കുന്നു. അല്ലെങ്കിൽ ലൈഫ് ഈവൻ നമ്മൾ പറയും ലൈഫ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു, അതൊരു ലൈഫ് ഇവൻ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എഴുതിയൊരു പരീക്ഷയ്ക്ക് റിസൾട്ട് കൊണ്ട് നമ്മൾ തോറ്റുപോകുന്നതാകാം. അതൊക്കെയാണ് സമൂഹത്തിലുണ്ടാകുന്നത്. സമൂഹത്തിൽ നമ്മൾ മാറി താമസിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ്. ജോലിയെല്ലാം കഴിയുമ്പോൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ മാറേണ്ടി വന്നു. നമ്മുടെ വില്ലേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? അവിടെ മാനസികമായിട്ട് സമൂഹത്തിലുണ്ടായിച്ചെന്ന് നമുക്ക് ചിലപ്പോൾ പറ്റുകയില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചാകാം. വില്ലേജിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അർബൻ ഏരിയയിലേക്ക് പോകുന്നതാകാം, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് അയാൾക്ക് അവിടെ ചേരാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ വളരെ കാമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു സ്പീഡുള്ള ഒരു സമൂഹത്തിലേക്ക് ചേരുമ്പോൾ എനിക്ക് അതൊട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നത് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോവുക. നേരത്തെ കാലഘട്ടങ്ങളിൽ +2 എന്ന് പറഞ്ഞാൽ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോളേജിലേക്ക് പോവാം, പ്രീ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ് അങ്ങ് പോവാം. അത് ഡിഗ്രിയിലേക്ക് പോകും. 10 വരെ എന്ന് പറഞ്ഞാൽ ആ പെട്ടെന്നൊരു ചേഞ്ച് സ്കൂളിലേക്ക് ഒരു കുട്ടിക്ക് ചേരാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ചുറ്റുപാടുകളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മൾ ഇന്നലെ വരെ ഉണ്ടായ ചില സാഹചര്യങ്ങൾ ചുറ്റുപാടിൽ നിന്ന് മാറ്റപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചുറ്റുപാടിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, പെട്ടെന്ന് നമ്മളൊരു ഗവൺമെൻറ് പറയാം നമ്മുടെ വീടിൻ്റെ അടുക്ക കൂടെ നമുക്കൊരു റോഡ് പണിയുന്നു. അപ്പോൾ അത് എൻവോൺമെൻറ്റലായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. ചിലപ്പോൾ പെട്ടെന്ന് അത് വരുമ്പോൾ നമുക്കത് വെട്ടിച്ചേരാൻ പറ്റാതെ വരാം. അപ്പം സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫിസിക്കലാകാം, സൈക്കോളജിക്കലാകാം, എൻവോൺമെൻറ്റലാകാം, സോഷ്യലാകാം, അല്ലെങ്കിൽ ലൈഫ് ഇവൻറ്റ്സിൽ വ്യത്യാസം വരുന്നതാകാം. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഏതിനെ ഒരു നെഗറ്റീവ് എഫക്റ്റ് അതിനകത്തുണ്ടാകണം. നമ്മുടെ ഒപ്റ്റിമൽ ലെവൽ, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക ലെവലിനപ്പുറത്തേക്ക് നമ്മൾ പോകുക, അത് നമ്മൾ ഡേ ടു ഡേ ഫങ്ഷൻ നമ്മളെ അത് ബാധിക്കുക. ആ ഒപ്റ്റിമൽ ലെവലിൽ അപ്പുറത്തേക്ക് ബാധിക്കുന്ന സമയത്ത് ഏതിനും നമുക്ക് താങ്ങാൻ പറ്റാവുന്ന അപ്പുറം അത് വരികയും അത് നമ്മുടെ കോപ്പി ചെയ്യാൻ പറ്റാതെ, അത് സാഹചര്യമായിട്ട് ചേരാൻ പറ്റാതെ വരികയും, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോളജിക്കലും മാനസികവും ശാരീരികവുമായിട്ട് നമ്മുടെ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ ഉണ്ടാകണം. സ്ട്രെസ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് നമ്മുടെ ബാധിക്കുന്നതായിരിക്കണം, അത് നമുക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കണം, അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസിനെയും നമുക്ക് ബാധിക്കുന്നതാക്കണം. അപ്പോൾ ഇൻഡിവിജ്വലിന് അത് താങ്ങാൻ പറ്റാത്ത ഒരു ലെവലിൽ വരുമ്പോഴാണ് നമ്മളതിനെ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് സ്ട്രെസ്സിൻ്റെ ഇത്. പല ടൈപ്സ് ഓഫ് സ്ട്രെസ് ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് സ്ട്രെസ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു സംഗതി. സ്ട്രെസ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടായി, ആ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ
അത് ഒരു ഈവൻ്റ് ഉണ്ടായി. ആ ഈവൻ്റ് സ്ട്രെസ്സാണെന്ന് നമുക്ക് മനസ്സിലായി. ആ സ്ട്രെസ് ആകുമ്പോൾ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അവിടെ കുറച്ച് തേയ്മാനങ്ങളൊക്കെ ഉണ്ട്. മാനസികവും ശാരീരികവുമായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സ്ട്രെസ് ചെയ്ത് രക്ഷപ്പെടും, പക്ഷെ ഉടനെ അടുത്ത സ്ട്രെസ് ഉണ്ടാകും. ഇറ്റ്സ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. അപ്പം ഏതെങ്കിലും ഒരവസ്ഥയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടായി, ഒരു ഈവൻ്റ് സ്ട്രെസ്ഫുള്ളായി, ഒരു ഈവൻ്റ് ഉണ്ടായി, അത് സ്ട്രെസ്സായി, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്നതിന് കൂടി നമുക്ക് കുറച്ച് സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കൽ, മാനസികവും ശരീരമായിട്ട് കുറേ സംഗതികളുണ്ട്. ടയർ ആൻഡ് ബെയർ സംഭവിക്കുന്നുണ്ട്, തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ സ്ട്രെസ് ചെയ്യുന്ന കയറും. പക്ഷേ സ്ട്രെസ് ചെയ്യുന്ന കയറി കഴിഞ്ഞാൽ ദെൻ അനദർ സ്ട്രെസ് വിൽ ഹാപ്പൻ. അപ്പം ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് വയ്ക്കണം. ദിസ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. സ്ട്രെസ് സൈക്കിൾ എന്നാണ് ഇതിന് പറയുന്നത്. സ്ട്രെസ് ഒരു ഇവൻ്റ് ഉണ്ടാകുക, അത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായി മാറുക, അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ഓവർകം ചെയ്യാൻ ശ്രമിക്കുക, കുറച്ച് ടയർ ആൻഡ് ബെയർ, കുറേ നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കുക, മാനസികമായ ശരീരങ്ങളായി കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കുക, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അത് രക്ഷപ്പെട്ട് സ്ട്രെസ് നോക്കുക, ദെൻ വി ആർ സ്റ്റാർട്ടിങ് ദ അനദർ സ്ട്രെസ്. ദിസ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. പിന്നെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഗ്യാസ്, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്നത് പറയുന്നത് വെച്ചാൽ നമ്മൾ പലപ്പോഴും സ്ട്രെസ് എടുക്കുമ്പോൾ ഇത് കാണാറുണ്ടാവും. എന്താണ് എന്ന് നമുക്ക് അറിയില്ല. സ്ട്രെസ് സൈക്കിളും ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. കാരണം എപ്പോഴും നമ്മൾ പറയുന്നത്, ലേണേഴ്സിനോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് ലേണിംഗ് ആണ്. നമ്മൾ ഇഗ്നോർ സെൽഫ് ലേണിംഗ് ആണ്. അപ്പം നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം സ്ട്രെസ് സൈക്കിൾ എന്താണെന്ന് പഠിക്കണം. നമ്മൾ ബുക്കിനകത്തുണ്ടോ ഇല്ല കുറേ റെഫർ ചെയ്യണം, അപ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാകും. അടുത്ത ഗ്യാസ്, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. അപ്പം നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശാരീരികമായി കുറേ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൊക്കെ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ സ്ട്രെസ് അഡ്രിനാലിൻ നമുക്ക് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, BP നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പം എപ്പോഴും ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കൊരു അലാം തരും. ഇതൊരു സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, ഈ സിറ്റുവേഷൻ സ്ട്രെസ്സാണ്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് അലാം സ്റ്റേജ്. ഒരു വാണിംഗ് തരും, സിറ്റുവേഷൻ വരുന്നുണ്ട്, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കാൻ പോകുന്ന സംഗതികളാണ് എന്ന് നമുക്കൊരു വാണിംഗ് തരുമ്പം നമ്മൾ ഉടനെ വിൽ ട്രൈ ടു റെസിസ്റ്റ്, ഓവർകം ചെയ്യാൻ, അതിനെ തടഞ്ഞു നിർത്തുക. ഇത് സ്ട്രെസ് ഒന്നുമില്ല, ഞാനിതിനെ നേരിടും എന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്ത് പിടിക്കുക. ആ റെസിസ്റ്റ് ചെയ്ത് പിടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നേരിടാൻ പറ്റാത്തത്, അതിനെ നമ്മൾ എക്സ്പ്ലോഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ പ്രതികരിക്കും. ഇങ്ങനെയുള്ളതിനാണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്, ഗ്യാസ്. അപ്പോൾ ഇതിന് 3 കമ്പോണൻ്റ്. വൺ ഈസ് ദ അലാം സ്റ്റേജ്, റെസിസ്റ്റൻസ് സ്റ്റേജ്, ദെൻ എക്സ്പ്ലോഷർ ഓർ എക്സ്പോർട്ടിംഗ് സ്റ്റേജ് ഓർ റിയാക്ഷൻ സ്റ്റേജ്. അപ്പോൾ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം കൂടെ നമ്മൾ പഠിക്കണം. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അതിനുള്ളത്. ആദ്യം തന്നെ വെച്ചാൽ ഒരു അലാം സ്റ്റേജ്, ഇതാ സ്ട്രെസ് വരുന്നു എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക, ഒരു ഈവൻ്റ് ഉണ്ടാകുക. ഇത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. സ്ട്രെസ്സാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആദ്യം നേരിടാൻ ശ്രമിക്കുക, റെസിസ്റ്റ് ചെയ്യേണ്ടത്. ദാറ്റ്സ് കോൾഡ് ദ റെസിസ്റ്റൻസ്. ഫസ്റ്റ് ഈസ് ദ ഇവൻ്റ് ഓർ അലാം സ്റ്റേജ്, എ വാർണിംഗ് സ്റ്റേജ്. ദ സെക്കൻഡ് ഇസ് ദ റെസിസ്റ്റൻസ്, തടഞ്ഞു നിർത്തുന്ന സ്റ്റേജ്. മൂന്നാമത്തെ അതിനെ റിയാക്ട് ചെയ്യുന്ന സ്റ്റേജ്. ദിസ് കോൾഡ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഓർ ഗ്യാസ്. ഇത് രണ്ടും നമ്മളൊന്ന് നോക്കണം, നോക്കിയത് പഠിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. ദ ടൈപ്പ് ഓഫ് സ്ട്രെസ്. ഫസ്റ്റ് വൺ ഇസ് സ്ട്രെസ്, ഒരു പോസിറ്റീവായിട്ട് ഗുഡ് സ്ട്രെസ്, നല്ല സ്ട്രെസ്സാണ്. കാരണം ഇത് വരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളൊരു കല്യാണം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് പോവുക, അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഇറ്റ്സ് കോൾഡ് പോസിറ്റീവ് സ്ട്രെസ് ഓർ സ്ട്രെസ്. സ്ട്രെസ് എന്നാണ് ഇത് പറയുന്നത്. കാരണം ഇതൊരു പോസിറ്റീവാണ്, ഇറ്റ്സ് എ ഗുഡ് സ്ട്രെസ്. ഇതുകൊണ്ട് നമുക്ക് നല്ലതേ ഉണ്ടാകും. പക്ഷെ നല്ല കാര്യങ്ങൾ വരുമ്പം ആ നല്ല കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്, അത് കല്യാണം കഴിക്കാൻ പോകുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്, പക്ഷെ അതൊരു പോസിറ്റീവ് സ്ട്രെസ് ആയിട്ടാണ്. പുതിയ ജോലിയിലേക്ക് കയറുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്, ജോലി എങ്ങനെ ആയിരിക്കും, അവിടെ ആൾക്കാർ എങ്ങനെയായിരിക്കും, അവിടെ എങ്ങനെ പെരുമാറിക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തോന്നൽ വരാം. ആ ഒരു അവസ്ഥ എന്ന് പറയുന്ന അതിനാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ സ്ട്രെസ്. ദെൻ നെഗറ്റീവ് സ്ട്രെസ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഹാംഫുൾ ആകുക,
ആ സ്ട്രെസ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹാംഫുൾ ആകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഓർ ബാഡ് സ്ട്രെസ്. സെക്കൻഡ് വൺ ഡിസ്ട്രെസ് ആണ്. ലാസ്റ്റ് വൺ ഡിസ്ട്രെസ് ആണ്. ഇതാണ് സാധാരണ നമ്മൾ പറയുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകാം, ആ സാഹചര്യങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും. ഒന്നുകിൽ താഴെയാകും, അതിൻ്റെ കൂടുതലാകും. അപ്പം അങ്ങനെയുള്ള ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഒന്ന് പോസിറ്റീവ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ഉണ്ട്, ഒന്ന് സാധാരണ നമ്മൾ ഡിസ്ട്രെസ് ഉണ്ട്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഹൈപ്പർ സ്ട്രെസ് ആകാം, ഒന്ന് എക്സസീവ് സ്ട്രെസ് ആകാം, അതിനെ ഹൈപ്പർ സ്ട്രെസ്സും, ഒന്ന് ലോ ലെവലായിരിക്കും, അതിനെ കൂടുതൽ ഇൻസഫിഷ്യൻറ്റ് ഹൈപ്പോ സ്ട്രെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് സ്ട്രെസ്, യൂട്രസ്, ന്യൂട്രസ്, ബാഡ് ആൻഡ് ഗുഡ് സ്ട്രെസ്, ദെൻ ഡിസ്ട്രെസ്, ദെൻ ഹൈപ്പർ സ്ട്രെസ് ആൻഡ് ഹൈപ്പോ സ്ട്രെസ്. എന്തൊക്കെയാണ് സിംറ്റംസ്? സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ സിംറ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാകുക. ഫിസിയോളജിക്കൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബി പി കൂടാം, ബി പി താഴെയാകാം, നമുക്ക് ഷിവർ ചെയ്യാം, സ്വെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് ബി പി കൂടി നമുക്ക് കണ്ടുപിടിക്കാം, ഹാർട്ട് റേറ്റ് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഗ്ലൂക്കോസ് ലെവൽ ഗോ ഹൈ, സംടൈം താഴോട്ട് പോകാം. സോ ഇതൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ആയിരിക്കും. എമോഷണൽ സിംറ്റംസ് ആണ് പിന്നെ എമോഷണൽ, വൈകാരികമായി ചിലപ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം, പൊട്ടിത്തെറിക്കാം, കരയാം. ഇറ്റ്സ് കോൾഡ് എമോഷണൽ സിംറ്റമാണ്. അപ്പോൾ സൈക്കോളജിക്ക് അത് തന്നെ ഡിപ്രഷനിലേക്ക് പോകാം. ഡിപ്രഷൻ പെട്ടെന്ന് നമ്മൾ ആങ്സൈറ്റി കൂടാം, ചിലപ്പോൾ നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് വേരി ചെയ്യാം. സോ ഇത് സൈക്കോളജിക്കൽ സിംറ്റം. ദെൻ ബിഹേവിയർ, എന്തെങ്കിലും പെരുമാറ്റത്തിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാകും. റിയാക്ഷൻസ്, നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മൾ റിയാക്ട് ചെയ്ത് ചിലപ്പോൾ ആങ്കർ ആകാം, പൊട്ടിത്തെറിക്കാം, ഭയങ്കര ബഹളം ഉണ്ടാക്കാം, സാധനങ്ങൾ വലിച്ചെറിയാം, ചിലപ്പോൾ സാധനങ്ങൾ വലിച്ചു കീറാം, അല്ലെങ്കിൽ നമ്മൾ നിലത്ത് കിടന്ന് ഉരുളാം. ഭയങ്കരമായ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാകാം സ്ട്രെസ് കൂടുമ്പോൾ. ചില സ്ട്രെസ് വരുന്ന സമയത്ത് കൈയൊക്കെ ഇങ്ങനെ കടിച്ചു വെച്ചോണ്ടിരിക്കും, ചില കൈ ഉരയ്ക്കുന്നത് കാണാം, ചില ഇടിക്കുന്നത് കാണാം, ചില പരീക്ഷ കൊണ്ടിരിക്കുന്ന ചില പിള്ളേർ കാണിക്കുന്നത്, ചിലപ്പോൾ ഇടിക്കുന്നത്, മേശയ്ക്ക് ഇടിക്കുന്നത്, ചിലപ്പോൾ തലക്കിട്ട് ഇടിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ സ്ട്രെസ് കൂടിയിട്ടുള്ള സംഗതികളാണ്. സോഴ്സ് ഓഫ് സ്ട്രെസ്, എന്തൊക്കെയാണ് സ്ട്രെസ് വരാനുള്ള കാരണങ്ങൾ? ഫസ്റ്റ് വൺ ഇസ് എ ഫ്രസ്ട്രേഷൻ. ദാറ്റ്സ് ഗോട്ട് ബ്ലോക്കിംഗ് ഓഫ് ഗോൾസ്. എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കാം, നടക്കണമെന്ന് വിചാരിക്കാം, പെട്ടെന്ന് അതിന് എന്തെങ്കിലും വിഘാതം ഉണ്ടാകുക. ബ്ലോക്കിംഗ് ഓഫ് ഗോൾസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ ചെയ്യാൻ ബ്ലോക്ക് വരിക. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇരിക്കുന്നു, പെട്ടെന്ന് അവിചാരിതമായി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നു, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് കയറി വരുന്നു, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്, നമുക്ക് അതൊക്കെ സ്ട്രെസ്സാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെച്ചു, സിനിമയ്ക്ക് പോകാൻ എല്ലാം റെഡി ആയിരുന്നു, എല്ലാവരുടെ റെഡി ആയിരിക്കുന്നതാണ്, നമുക്കൊരു ഗസ്റ്റ് വന്നു, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അവരെ. ഇത് കുറേ നാൾ കൂടിയിട്ട് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരാണ്. അപ്പം അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ നമ്മുടെ ഗോള് നടക്കാതെ വന്നതിലുള്ള വിഷമം കൊണ്ട് നമുക്ക് സ്ട്രെസ്സിലേക്ക് വരാം. ദെൻ പ്രഷർ, ഒരു ജോലി സമയത്ത് ചെയ്തു തീർക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഓവർ ജോലി ചെയ്യേണ്ടി വരും. അത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ പറയാം, നാളെ ഫിസിക്സിൻ്റെ പരീക്ഷയുണ്ട്, കുഴപ്പമില്ല, ഉടനെ തന്നെ കെമിസ്ട്രിയുടെ പരീക്ഷയുണ്ട്, നാളെ ഉടനെ തന്നെ കണക്കിൻ്റെ പരീക്ഷയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ദാറ്റ് ഇസ് എ പ്രഷർ. അല്ലെങ്കിൽ ജോലിക്ക് ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ പറയുക, ഇത്ര ജോലികൾ ഉടനെ ചെയ്ത് തീർക്കും, ഓവർ ആകാം, ചെയ്തേ പറ്റുള്ളൂ എന്നാകാം, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ആകാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളോട് നമ്മൾ വിചാരിക്കുന്നത് അയാൾക്കൊരു സാധാരണ ഇതൊരു 70-80% മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, നീ പ്രാവശ്യം 90% മാർക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രഷർ. വി ആർ പുട്ടിങ് ദ പ്രഷർ. അപ്പം സ്ട്രെസ് ഉണ്ടാകും. ലൈഫ് ഈവൻറ്റ്സ്, അവിചാരിതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. നമ്മൾ എവിടെയെങ്കിലും പോകാൻ തുടങ്ങി, പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടായി, പരീക്ഷയ്ക്ക് എഴുതാൻ കുട്ടിയെയും കൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ കുട്ടിയെയും കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിചാരിതമായിട്ട് റോഡിലൊരു ബ്ലോക്ക് ഉണ്ടായി, നമ്മൾ സമയത്തെത്തണം. അപ്പോൾ ലൈഫ് ഈവൻറ്റ്സ് ആയി. ഇനി എന്തെങ്കിലും കാരണം ഒരു രോഗം പെട്ടെന്ന്, ഇപ്പോൾ ലൈഫ് ഈവൻറ്റ്സ് നമുക്ക് ഇവിടെ പെട്ടെന്ന് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായി,
കുറേ കാര്യങ്ങൾ നഷ്ടം വന്നു, സ്ട്രെസ്സായി. അപ്പോൾ നമ്മൾ ഉടനെ വെള്ളം പൊങ്ങി, നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. വേണ്ട, പാൻഡമിക് വന്നു, എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റുക, എല്ലാവർക്കും ഭയങ്കര ലൈഫ് ഈവൻ മാറി, എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ്സായി. വീട്ടിലേക്ക് കയറിയിരിക്കാം, പുറത്ത് പോകാൻ പറ്റില്ല, ആൾക്കാരെ കാണാൻ പറ്റില്ല, നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾ ഉടനെ വാങ്ങി വെക്കണം. അപ്പം മാസ്ക് നമ്മൾ ധരിച്ചു, നമ്മൾ ഇതേവരെ മാസ്ക് ധരിച്ചില്ല, മാസ്ക് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ മാസ്ക് മറന്നുപോയി കഴിഞ്ഞാൽ പോലീസ് കേസ് എടുക്കുമെന്നല്ലായി. അപ്പോൾ നമുക്ക് ലൈഫ് ഇവൻറ്റ്സ് മാറി, ഭയങ്കര സ്ട്രെസ്സായി. ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം എല്ലാവരും കാണണം, പുറത്തിറങ്ങണം, നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകണം. ഇത്ര നാൾ വീട്ടിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ഇപ്പം നേരെ ജോലി സ്ഥലത്തേക്ക് ഇടണം, പ്രശ്നമായി. ഇപ്പം മാസ്ക് ഇല്ലാതെ നടക്കുക. ഇപ്പം മാസ്ക് ഇല്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ മാസ്ക് ധരിക്കണം. നമ്മൾ ഇങ്ങോട്ട് വരേക്കണം, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായി, ഇവയ്ക്ക് വല്ല അസുഖം ഉണ്ടെങ്കിലോ, ഇതെങ്ങനെയാകും. അപ്പം ലൈഫ് ഈവൻറ്റ്സ് ഇപ്പം സ്ട്രെസ് ഉണ്ടാക്കുക. അത് ഒന്ന്, മാറ്റങ്ങൾ എപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. ഏത് സമയത്ത് ഏത് മാറ്റവും. ഇതൊരു ഓഫീസിലായിരിക്കട്ടെ, എക്സാമ്പിൾ ഇപ്പോൾ ഓഫീസിൻ്റെ ടൈം നമുക്ക് 9 മണി മുതൽ 4 മണി വരെയാണ്. പെട്ടെന്ന് പറഞ്ഞു അത് മാറ്റി, 8:30 മണി മുതൽ 5 മണി വരെയാക്കി, 1 മണിക്കൂർ കൂട്ടി. നിങ്ങൾ ശനിയാഴ്ച വരണ്ട, പക്ഷെ ഓരോ മണിക്കൂർ കൂട്ടിയിട്ട് ആ ഒരാഴ്ച നമ്മൾ 5 ദിവസം കൂടെ വർക്ക് ചെയ്താൽ വരണ്ട എന്ന് പറയുമ്പോഴും ആദ്യത്തെ ഈ ചേഞ്ച് നമുക്ക് ചേരാൻ പറ്റില്ല. രാവിലെ ഇനിയെല്ലാം നമ്മൾ സ്കെഡ്യൂളെല്ലാം മാറ്റണം. നമ്മൾ രാവിലെ 8:30 വന്നിട്ട് 8 മണിക്ക് വരണമെങ്കിൽ, അല്ല 9:00 വന്നിട്ട് 9 മണിക്ക് വരണമെങ്കിൽ നമ്മൾ രാവിലത്തെ സ്കെഡ്യൂൾ മുഴുവൻ നമ്മൾ മാറ്റണം. അപ്പം ഇവൻറ്റ്സ് മാറുമ്പോൾ നമുക്ക് പ്രശ്നമായി. ദെൻ ഡെയിലി ഹാസൽസ്, അവിചാരിതമാകുന്നുണ്ടായ ചില കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകും. നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം, അല്ലെ അവിചാരിതം വെള്ളപ്പൊക്കമാകാം, അന്നത്തെ ഉണ്ടായ മഴയാകാം, അല്ലെങ്കിൽ റോഡിലുണ്ടാകുന്ന ബ്ലോക്ക് ആകാം. ഡെയിലി ഹാസൽസ്. ദാറ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടുത്തിരുന്ന ഒരു ഫ്രണ്ടുമായിട്ട് നമ്മൾ അകലാനായിട്ട് സാധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ വളരെ അടുത്തിരുന്നൊരു ഫ്രണ്ട് നാളെ എവിടെയെങ്കിലും യാത്ര ചെയ്യേണ്ടി വരും, ദൂരേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നമ്മൾ കൊളീഗ്സുമായിട്ടുള്ള, നമ്മുടെ സഹ ജോലിക്കാരുമായിട്ടുണ്ടാകുന്ന നമ്മുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഉണ്ടായാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. ദെൻ സോഷ്യൽ കണ്ടീഷൻ, സാമുദായികമായി എന്തെങ്കിലും മാറ്റം വരിക. ഇത്രയും കാരണങ്ങളാണ് സാധാരണഗതിയിൽ ഇതല്ലാതെ ഉണ്ടാകാം. ഫ്രസ്ട്രേഷൻ, പ്രഷർ, ലൈഫ് ഇവൻറ്റ്സ്, ഡെയിലി ഹസിൽസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷൻ. ഇതുകൂടാതെ വേറെ ചില കാര്യങ്ങളിൽ സ്ട്രെസ് ഉണ്ടാകും. ആദ്യത്തെ കോൺഫ്ലിക്ട്സ് ആണ്. കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. രണ്ട് പേര് തമ്മിലുള്ള ആശയപരമായ പൊരുത്തക്കേട്, അല്ലെങ്കിൽ ഏതിനെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ടുപേരുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങൾ, ഇതാണ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. അപ്പം രണ്ടുപേരുടെ കാഴ്ചപ്പാടിൽ ഉള്ള വ്യത്യാസം, ദാറ്റ്സ് ഡ്യൂ ടു കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഒന്ന്, ഇത് ഞാൻ എടുത്തു തരാം, എന്നാലും പറയും, ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, വ്യക്തികൾക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, ആശയത്തിലുള്ള പൊരുത്തക്കേടുകൾ. അത് ഇന്നർ ഉണ്ടാവും, എനിക്ക് തന്നെ ഉണ്ടാകുന്ന, എനിക്ക് തന്നെ ഒരു കാര്യത്തിനകത്ത് ചെയ്യണോ വേണ്ടയോ. അപ്പം എനിക്കൊരു കോഴ്സ് പഠിക്കാൻ കിട്ടി, തുടർന്ന് ജോലി കിട്ടി, പഠിക്കാൻ പോയി. അപ്പോൾ ഇനി പഠിക്കണ്ടയോ. അപ്പോൾ എനിക്ക് തോന്നി പഠിക്കണമെന്ന് തോന്നി. അതേസമയം ഞാൻ നോക്കി, എനിക്ക് ഇനിയും പഠിക്കണോ, സാമ്പത്തികമായിട്ട് മുടക്കണോ, ഇനി ഞാൻ മുകളിലേക്ക് പഠിക്കേണ്ട കാര്യം. ദാറ്റ് ഇസ് കോൾഡ് ഇന്നർ കോൺഫ്ലിക്റ്റ്. അതേസമയം രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ളത്, ഒരാൾ പറയുന്നു നമുക്ക് ടൂറിന് പോകാം, വേറെ ആൾ വരുന്നു നമുക്ക്, രണ്ടുപേര്, ഒരാൾ അമ്പലത്തിൽ പോകണമെന്ന് പറയും, അത് നമുക്ക് ഏതെങ്കിലും പിൽഗ്രിം സെന്ററിൽ പോകണമെന്ന് പറയും, മറ്റൊരാളൊന്നും അല്ല, നമുക്ക് ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ പോകണമെന്ന് പറയും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയപ്പൊരുത്തങ്ങളായി. അപ്പം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണ്. സോ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഡിവൈഡ് ഇൻടു ടു, ഇന്നർ കോൺഫ്ലിക്റ്റ് ആൻഡ് ഇന്റർ കോൺഫ്ലിക്റ്റ്. ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്നു, രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഗ്രൂപ്പ്,
രണ്ട് ഗ്രൂപ്പുമായിട്ടുള്ളത്. അതായത് ഒരേ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മ മക്കൾ തമ്മിലുണ്ടാകുന്ന ദാറ്റ്സ് കോൾഡ് ഇന്നർ കോൺഫ്ലിക്റ്റ്, ഇന്നർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനകത്തുണ്ടാകുന്ന അകത്തുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ രണ്ട് കുടുംബങ്ങൾ തമ്മിലാകാം, അല്ലെ രണ്ട് വീട്ടുകാർ തമ്മിലാകാം, അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കാരുമായിട്ടുണ്ടാകാം, പൊളിറ്റിക്കൽ ഗ്രൂപ്പുമായിട്ടുണ്ടാകാം. ദാറ്റ് ഇസ് കോൾഡ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അപ്പം ഗ്രൂപ്പിനകത്തുണ്ടാകുന്നത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാകും. ദെൻ അതർ ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ആർ അപ്രോച്ച് കോൺഫ്ലിക്ട്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോൺഫ്ലിക്റ്റ് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ്, ഈ 3 കോൺഫ്ലിക്റ്റ്, ഇനി പറയുന്ന 4 കോൺഫ്ലിക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പഠിക്കുന്ന 4 കോൺഫ്ലിക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് വൺ ഈസ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. എടുത്താണ് എന്തായാലും, എന്നാലും ഒന്നുകൂടെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് കാര്യങ്ങളെ ഒരേപോലെ നമുക്ക് താല്പര്യമുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നമുക്ക് താല്പര്യമുള്ളതാണ്. Two things are positive. ബട്ട് നമുക്ക് അതേ എടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അതായത് നമ്മൾ ഡിന്നറിന് ഒരു ഡിന്നർ കൂപ്പൺ വെച്ചിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂവി ഇത് വെച്ചിരിക്കുന്നു, കൂപ്പൺ വെച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് എടുത്തോളാൻ പറയാം. നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് സിനിമയ്ക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാം. 2 things are equally important for you. രണ്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരേപോലെ ഇഷ്ടപ്പെട്ട രണ്ട് സംഗതി, ഒരേപോലെ ഇഷ്ടപ്പെട്ടു. ഒന്ന്, നല്ലൊരു സിനിമ കാണണം, നമുക്ക് കിട്ടിയൊരു അവസരമാണ്. നല്ല തിയേറ്ററിൽ നല്ലൊരു സിനിമ കളിക്കുന്നു, അത് കാണാൻ ഒരു കൂപ്പൺ. അതേപോലെ തന്നെ നല്ലൊരു ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ ഒരു കൂപ്പൺ. രണ്ടും വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് എടുത്തോളുക. സംശയം അത് വേണം ഇത് വേണം. സോ 2 things are equally important. You are supposed to select only one. രണ്ടെണ്ണം ഒരുപോലുള്ളതാണ്, പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ദാറ്റ്സ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ദെൻ ഈസ് അപ്രോച്ച് അവോയ്ഡൻസ്. ഇന്നലെ എടുത്തപ്പോഴത്തേക്ക് ഇത് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ വ്യത്യാസം ഉണ്ടായിരുന്നു, എഴുതി കണക്ക് വ്യത്യാസം. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒരു സംഗതി ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ല അതുകൊണ്ടുണ്ടാകുന്ന പരിണത ഫലം നെഗറ്റീവാണ്. അതായത് സിനിമ കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ സിനിമാക്കോട്ടെ കയറുമ്പോൾ ഡോർ അടയ്ക്കും, പക്ഷെ ഡോർ അടച്ചിരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നമുക്ക് പ്ലെയിനിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ പ്ലെയിൻ മുകളിലോട്ട് പോകുക, അഗ്രോഫോബിയ, നമ്മൾ ഉയരുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അവോയ്ഡൻസ് രണ്ട് കാര്യം നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഒന്നെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി എടുക്കുക, അല്ല നാളെ രാവിലെ നമ്മൾ പരീക്ഷ എഴുതുക. ഇന്ന് നിങ്ങൾ പറയുന്നത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിക്കോളൂ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നാളെ രാവിലെ വേണ്ട, ഞാൻ ഒരു പരീക്ഷയുണ്ട്, ഒരു ഇൻ്റർണൽ എക്സാമിനേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല, നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ കഴിയില്ല. സോ ബോത്ത് തിങ്സ് ആർ നെഗറ്റീവ്, ബട്ട് യു ആർ സപ്പോസ് ടു സെലക്ട് ഓൺലി വൺ. എന്തെങ്കിലും എടുത്തേ പറ്റുള്ളൂ. That's called avoidance conflict. So approach conflict, avoidance conflict, multiple approach avoidance conflict. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരിക, ഒരു സാഹചര്യം പല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുക. That is called multiple approach avoidance conflict. ഈ അപ്രോച്ച് കോൺഫ്ലിക്റ്റിനെ എളുപ്പം പറയാനായിട്ട് നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളും പോസിറ്റീവാണ്, ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റുള്ളൂ. നമ്മളൊരു ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ വേണം, കക്ഷത്തിയിരിക്കുന്ന പോവുകയും ചെയ്യരുത്. അപ്പോൾ രണ്ട് നമുക്ക് ഉത്തരത്തിരിക്കുന്നത് നമുക്ക് വേണം, മുകളിലിരിക്കുന്നത് നമുക്ക് വേണം, പക്ഷേ കക്ഷത്തിരിക്കുന്നത് നമുക്ക് പോവുകയും ചെയ്യരുത്. സോ ബോത്ത് സിമിലർ, ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ദെൻ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ റിയാക്ഷൻ, കാരണം
കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇറക്കിയാൽ കഴിക്കും, പക്ഷെ തുപ്പിയാൽ നമ്മുടെ മധുരം നഷ്ടപ്പെടും. ദെൻ അവോയ്ഡൻസ് കടൽ, ചെകുത്താനും കടലിനും ഇടയ്ക്ക്. രണ്ടും നമുക്ക് പറ്റില്ല. ഒന്ന് ചെകുത്താനും ഒന്ന് കടല നമുക്ക് പറ്റില്ല, പക്ഷെ ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റുള്ളൂ. ദെൻ ദിസ് എ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. എങ്ങനെ നമുക്ക് അളക്കാം സ്ട്രെസ് ഉണ്ടായിരുന്നു? ഫിസിയോളജിക്കൽ മെഷേഴ്സ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ഫിസിയോളജിക്കൽ മെഷേഴ്സ്. BP അളക്കുക, ഹാർട്ട് റേറ്റ് നമ്മൾ അളക്കുക, പിന്നെ സ്കിന്നിൻ്റെ സെൻസേഴ്സ്, എങ്ങനെ സ്കിന്ന് റിയാക്ട് ചെയ്യുന്നു, റിയാക്ഷൻ ഓഫ് യുവർ സെൻസ് ഓർഗൻസ്, മെയിൻലി സ്കിൻ റിഫ്ലക്ഷൻസ്, ഫിസിയോളജിക്കൽ മെഷർമെൻറ്റ്. Then psychology, there are a lot of psychological tests are there. Psychological tests. സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് ദാറ്റ്സ് കോൾഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ദെൻ ചെക്ക് ലിസ്റ്റ്, കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതുക. അതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കുക, ഏതൊക്കെയാണ് നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കുക, ഏതൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് കൂടുതലാണോ കുറവാണോ നമ്മൾ നോക്കുക. ദാറ്റ്സ് കോൾഡ് ചെക്ക് ലിസ്റ്റ്. ദെൻ ഇൻ്റർവ്യൂ. ഒരു സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ആളുമായിട്ട് നമുക്ക് ഇരുത്തി സംസാരിച്ച് സ്ട്രെസ്സാണോ അല്ലയോ എന്നറിയാം. അപ്പോൾ പലപ്പോഴും ഇതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഫിസിയോളജിക്കൽ മെഷേഴ്സ് വരുമ്പോൾ സ്ട്രെസ് മാത്രമായിരിക്കണമെന്നില്ല വേറെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ പല കാര്യങ്ങളും ചിലപ്പോൾ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കിയിരിക്കാം. അപ്പം അതിന് നെഗറ്റീവ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിന് ഇത് തന്നെ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ചെക്ക് ലിസ്റ്റ്, ആ സാധനങ്ങൾ എഴുതിയാൽ ചിലപ്പം നമ്മൾ നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ടായിരിക്കും, ഇതേ സാഹചര്യം ആയിരിക്കും മറ്റൊരാൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എഴുതുമ്പോൾ അതാണ്. ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടായ ഉടനെ ഒരു സമയത്ത് നമുക്ക് പിടിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്താൻ പറ്റില്ല, അത് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. സ്ട്രെസ് ഉണ്ടായ ഒരാൾ സ്ട്രെസ്സാണ് തന്നെക്കുറിച്ച് ഇൻ്റർവ്യൂ നടത്തിക്കോട്ടെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കിട്ടില്ല. അപ്പം ഈ എല്ലാ മെത്തേഡ്സിനും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. എപ്പോഴും നമ്മൾ ഏത് മെഷർമെൻറ്റ്സും അല്ല എങ്ങനെ അളക്കാന്ന് വയ്ക്കും, ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ നമ്മൾ എഴുതണം. ദെൻ ഏതൊക്കെയാണ് അതായത് സ്ട്രെസ് ഉണ്ടാകാൻ സാഹചര്യങ്ങളുള്ള കാര്യങ്ങളാക്കിയിട്ടുള്ള എങ്ങനെയൊക്കെയാണ് ഉള്ളത്. നമ്പർ 1 ദ പേഴ്സണാലിറ്റി. There are 2 types of personality, type A and type B. അപ്പം യുങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ആലോചിക്കണം. യുങ് ഡിവൈഡ് ദ പേഴ്സണാലിറ്റി ഇൻടു 2, ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സ്. യുങ് പേഴ്സണാലിറ്റി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 കാറ്റഗറിയാണ്. ഒന്ന് എ, ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സ്, എ ആൻഡ് ബി. അപ്പം ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ദേ ആർ ലിവിങ് ദെയർ ഓൺ വേൾഡ്, അവരുടെ സാഹചര്യത്തിൽ. എക്സ്ട്രോവേർട്സ് ഗോ ഗെറ്റേഴ്സ് ആണ്, ഒപ്റ്റിമിസം ഉള്ള ആൾക്കാരാണ്, ഇത് ഭയങ്കര ബഹളം ഉണ്ടാക്കി പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്, ചാടിക്കയറി ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് എക്സ്ട്രോവേർട്സ്. ഇൻട്രോവേർട്സ് ആർ ദേ ആർ ലിവിങ് ദെയർ ഓൺ വേൾഡ്, ആലോചിച്ചുകൊണ്ട് അവരുടെ ലോകത്ത് തന്നെ ജീവിക്കുക. അവർ പറയുന്നതാണ് ശരി. ദേ ആർ നോട്ട് ലിവിങ് ഇൻ എ റിയലിസ്റ്റിക് വേൾഡ്. സോ ദാറ്റ് ഇസ് കോൾഡ് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി. ടൈപ്പ് എ പേഴ്സണാലിറ്റി അവരുടെ സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റിയാണ്. ഇൻട്രോവേർട്സ് പോലെ തന്നെ, ഞാനിങ്ങനെയൊക്കെയായി, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി എന്ന് പറഞ്ഞ് ചിന്തിക്കുക. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകും. ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, സെൽഫ് അവെയർനെസ് ഇല്ല. നമ്മളെക്കുറിച്ച് നമുക്കറിയില്ലാത്തതാണ്. നമ്മുടെ കഴിവുകളെ കുറിച്ച് അറിയരുത്. ഞാനൊന്നിനും കൊള്ളില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, മറ്റുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നു, ഞാനത് ചെയ്താൽ ശരിയാകില്ല എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്നതാണ് സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അവർ തന്നെ അടുത്തത് അർജൻസി ഓഫ് ടൈം. അവരിങ്ങനെ ചെയ്യണം, ഉടനെ ചെയ്യണം, എപ്പോൾ ചെയ്താലും ശരിയാകില്ല, ഉടനെ എപ്പോൾ ചെയ്തു തരും. കാരണം ഇവർ റെസ്റ്റ്ലെസ് ആണ്, കാരണം ഒന്നിനും അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. ദിസ് ഈസ് കോൾഡ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ദെൻ ഹൈപ്പർ അഗ്രസീവ്നെസ്സും, ഇങ്ങനെ ഇടിച്ചിട്ട് ഭയങ്കര ഇപ്പോൾ പിരിപിരിപ്പിരിപ്പ് എന്തെങ്കിലും ചെയ്യണം, മറ്റുള്ളവർ ചെയ്തത് കിട്ടണം, ചെയ്തില്ല ശരിയായത്, ദേ ആങ്സൈറ്റി പ്രോൺ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഹൈപ്പർ അഗ്രസീവ്നെസ്. ആൻഡ് ഫ്രീ ഫ്ലോട്ടിങ് ഹോസ്റ്റിലിറ്റിയാണ്, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക, നെഗറ്റീവായിട്ട് എല്ലാത്തിനും കേൾക്കുക. പിന്നെ സെൽഫ്
ടു എ സെൽഫ് ഡിസ്കഷൻ. എൻ്റെ ജീവിതം നശിച്ചുപോയി, ഇനി അതൊന്നും ശരിയാകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റി, അർജൻസി ഓഫ് ടൈം, ഹൈപ്പർ അഗ്രസീവ്നെസ്, ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി, റൈറ്റ് ടുവേഴ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ. ഇതാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഹോസ്റ്റിലിറ്റി. ഹോസ്റ്റിലിറ്റി മീൻസ്, ഹോസ്റ്റിലിറ്റി ഇങ്ങനെയുള്ള ആൾക്ക് ഭയങ്കര ഇതാണ്, ഇറിറ്റബിലിറ്റി, ഭയങ്കര ഇറിറ്റബിളാണ്, ആങ്കറാണ്. അല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഇറിറ്റബിലിറ്റി ആങ്കർ വഹിച്ചു കഴിഞ്ഞാൽ വി ഫീൽ ദ വെരി 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 നോർമൽ. ഹോസ്റ്റിലിറ്റി ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയാറില്ല. എപ്പോഴും വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുക, വെറുതെ ദേഷ്യപ്പെടുക, നമുക്ക് ആരുമായിട്ട് ചേരാൻ പറ്റുകയില്ല എന്ന് പറയാം. പക്ഷെ അവർ അതർവൈസ് ദേ ആർ വെരി 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 നോർമൽ. പെർഫെക്ഷനിസം, നമ്മുടെ OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. സമയം 9 മണിക്ക് നടക്കണം. 9 മണിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 9:05 എനിക്ക് ബ്രസ്റ്റ്, 8:55 പ്രശ്നമാണ്. പെർഫെക്ഷനിസം. എല്ലാം അടുക്കി വെക്കുക, ഒരു സാധനം അടുക്കി വെച്ചിട്ട് മാറ്റാൻ പറ്റില്ല. കുളിക്കുന്നത് ഇത്ര മണിക്ക് കുളിക്കണം. അവരുടെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് ഇറങ്ങണം. അവർ 8 മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, നമ്മളെങ്ങാനും ലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായി. പേടി, പെർഫെക്ഷൻ പേടി, രോഗം വരുമെന്നുള്ള പേടി, ഇടയ്ക്കിടയ്ക്ക് കൈ പോയി കാലുക പോയി കഴുകുക. That is called perfectionism. പ്രൊക്കാസിനേഷൻ അടുത്തതാണ്. പ്രൊക്കാസിനേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക. എന്ത് ചെയ്യാം, നാളത്തേക്ക് ചെയ്യാം. ഏതായാലും ഇപ്പോൾ 10 മണിയായില്ല, ഒന്ന് കിടന്നിട്ട് നാളെ 10:30 എഴുന്നേറ്റ് പഠിക്കാം. അല്ലെങ്കിൽ നാളെ ഒരു കാര്യം ചെയ്യട്ടെ, നാളെ നേരം വിളിക്കുന്നിടം വരെ. പരീക്ഷ അനൗൺസ് ചെയ്തു, ജൂണിൽ പരീക്ഷയാണ്, ജൂൺ 30 പരീക്ഷയാണ്. ഇതൊന്നും വേണ്ട, നമ്മൾ പഠിക്കുന്ന കുട്ടികളെ തന്നെ ആലോചിച്ചാൽ മതി. ആദ്യം നമ്മളെല്ലാം തരുമ്പോഴേ, നമ്മൾ ഇഗ്നോയിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറയുന്നത്, നമുക്ക് എല്ലാ സമയത്തും ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ അസൈൻമെൻറ്റ് വെക്കേണ്ട സമയം ജൂൺ 30. ജൂൺ 15 ആകുമ്പോൾ ആദ്യത്തെ ചോദ്യം വരും, നീട്ടിവെക്കാൻ വല്ല സാഹചര്യമുണ്ടോ എന്നുവെച്ചാൽ ജൂൺ 15 ജൂലൈയിലേക്കാകുമോ. പിന്നെ അതിനെക്കുറിച്ചാണ് ചോദ്യം. ഈ സമയത്ത് ഇത് എഴുതി തീരാനുള്ളതേ ഉള്ളൂ. ഈ ചോദിക്കുന്ന 15 ദിവസങ്ങൾ കൊണ്ട് എഴുതി തീരാനുള്ള അസൈൻമെൻറ്റ് നമ്മൾ വെച്ചിട്ടുള്ളൂ, യൂണിവേഴ്സിറ്റി വെച്ചിട്ടുള്ളൂ. ഈ 15 ദിവസവും ജൂൺ 29 രാത്രിയിൽ പോയി ചോദിക്കും, മാറ്റി വെക്കുമോ. പിന്നെ എഴുതില്ലെങ്കിൽ ഉടൻ തന്നെ ടെൻഷനായി, ഇനി എന്ത് ചെയ്യും. എന്നിട്ട് രാത്രി കുത്തിയിരുന്ന് എന്തെങ്കിലും വലിച്ചു വാരി കൊണ്ടുവെക്കും. പ്രൊക്കാസിനേഷൻ, വിട്ടുവെച്ചുകൊണ്ടിരിക്കാം. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യും. ചെയ്യാമെന്ന് വിചാരിക്കും, ചെയ്യുമെന്ന് നമുക്ക് പറയല്ല, ചെയ്യാമെന്ന് വിചാരിക്കും. ദാറ്റ് ലീഡ്സ് ടു സ്ട്രെസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകില്ല. ഇതൊരു ജീവിതത്തിൻ്റെ സാഹചര്യവും നമുക്ക് മനസ്സിലായി, ഇയാളോട് പറഞ്ഞാൽ കിട്ടുകയില്ല എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ അടുത്ത ആൾക്കുണ്ട്, ജൂൺ 30 എന്ന് പറഞ്ഞാൽ 25 വെക്കണം, അല്ലെങ്കിൽ ജൂൺ 1 വെക്കണമെന്ന് നോക്കിയാൽ ദാറ്റ് ഇസ് ദ പെർഫെക്ഷനിസം. അപ്പം പെർഫെക്ഷനിസം പ്രൊക്കാസിനേഷനും രണ്ടും സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഓർ ലേൺഡ് പെസിമിസം. അയ്യോ, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ, എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്ന ആളെയല്ല, എല്ലാം ഇനി ഞാൻ എഴുതി വെച്ചെന്നിരിക്കട്ടെ, എന്നാലും എനിക്ക് മാർക്കൊന്നും കിട്ടിയാൻ തോറ്റു പോകും. എത്ര നന്നായിട്ട് എഴുതിയാലും എനിക്ക് മാർക്ക് കിട്ടുകയില്ല. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല, എനിക്ക് ജൂൺ 30 ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹാപ്പിനെസ്, എന്നെ ആരും സഹായിക്കുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിവില്ലാത്തതാണ്. ദാറ്റ് ഇസ് കോൾഡ് ഹെൽപ്ലെസ്നെസ്. ലേൺ പെസിമിസം. ഞാൻ എഴുതിയാൽ എനിക്ക് വലിയ മാർക്കൊന്നും കിട്ടില്ല, ഞാൻ ഇതിനെ എഴുതുന്നു, ഞാൻ പഠിച്ചിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നെഗറ്റീവ് ഉള്ള ആൾക്കാരുടെ ഒരു കുഴപ്പമാണ്, ഇവർ മറ്റുള്ളവരിലേക്ക് ഇത് വെക്കുമെന്നുള്ളത്. ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവിസം എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സ്വഭാവം കൂടിയുണ്ട്. ദെൻ പേഴ്സണലൈസേഷൻ. ഇതെല്ലാം എന്നെ ബേസ് ചെയ്യും, എന്നെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ എനിക്ക് വേണം, അല്ലെങ്കിൽ ഇത് കുറേ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ളതായി പോവുക. ഇതിങ്ങനെയൊക്കെയാണ് എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെ, എല്ലാ കാലഘട്ടത്തിലും എനിക്ക് അങ്ങനെയാണ്.
അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടാകുന്ന കാര്യങ്ങൾ. ദാറ്റ് ഇസ് കോൾഡ് പേഴ്സണലൈസേഷൻ ആൻഡ് പെർമനൻസ്. ഇത് സ്ട്രെസ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. എപ്പോഴും സ്ട്രെസ് എഴുതുമ്പം സ്ട്രെസ് എന്താണെന്ന് എഴുതുക, ഞാൻ സ്ട്രെസ് സൈക്കിള്, ദെൻ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം, ദെൻ കോസസ് ഓഫ് സ്ട്രെസ്, അതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ദെൻ മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ്, ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, മോഡറേറ്റ് ചെയ്യുക, അതായത് സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്നത് LOC, ലൈൻ ഓഫ് കൺട്രോൾ, ലൈൻ ഓഫ് കോൺട്രിബ്യൂഷൻ. എന്നുവെച്ചാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് നമുക്കൊരു പെസിമിസ്റ്റ്, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, ഇതിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, അവൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാ സ്ഥിരമായി ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ, ഇങ്ങനെ നടന്ന് നാളെ അത് ശരിയായി വരും. അതാണ് LOC. ദെൻ ഹാർഡ്നെസ്, അങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെ വരും. അപ്പം ഇതിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെയും നമുക്ക് നേരിടാം എന്നുള്ളത്. ദെൻ സോഷ്യൽ സപ്പോർട്ട്, സമുദായത്തിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുക. ഒരു സ്ട്രെസ് ഉണ്ടായി, സ്ട്രെസ് നമ്മൾ ആൾക്കാർ വന്നു, കുഴപ്പമില്ല, നമ്മൾ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ ഒരു കുട്ടിക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്, ശരി, നമ്മളോട് കൂടി നമ്മൾ ചെയ്യാം. ദാറ്റ് ഇസ് കോൾഡ് സോഷ്യൽ സപ്പോർട്ട്. ഓപ്റ്റിമിസം ആൻഡ് പെസിമിസം. ഓപ്റ്റിമിസം ആയിരിക്കണം, കാരണം എപ്പോഴും സംഭവിക്കുന്ന എല്ലാം നല്ല കാര്യത്തിൽ നിന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാം. അപ്പോൾ ഓപ്റ്റിമിസവും പെസിമിസവും ഇതിനെ മോഡറേറ്റ് ചെയ്യുന്ന കാര്യം, കൺട്രോൾ ചെയ്യുന്നു. ജെൻഡർ ആൻഡ് കൾച്ചർ. ജെൻഡർ പലപ്പോഴും നമ്മൾ കാണുന്ന ജെൻഡർ ഡിഫറൻസ്, അതായത് കൂടുതൽ നമ്മൾ പറയുന്ന ആണുങ്ങൾ സ്ട്രെസ്സുമായിട്ട് കൂടുതൽ ചേരും എന്ന് പറയുന്നത് നിർബന്ധമുള്ളതല്ല. സാധാരണഗതിയിൽ അവർ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടുന്നു, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ ജെൻഡർ അതിനകത്ത് ചെയ്യണം. ചില കൾച്ചർ, ചില പ്രത്യേക സമുദായങ്ങൾ, സാഹചര്യങ്ങൾ, സംസ്കാരത്തിലും വളരെ ടെൻഷൻ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഫോറിന് പല ആൾക്കാരും അവർക്ക് കുറച്ച് പെർഫെക്ഷനിസം കൂടുതലുള്ള ആൾക്കാരാണ്, ഒബ്സഷൻ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകും, സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാം, ആ കൾച്ചറിൽ നിന്ന് വന്ന ആൾക്കാർക്ക്. അപ്പം ജെൻഡർ, കൾച്ചർ. അപ്പം ഫസ്റ്റ് LOC, then hardness, social support, optimism and pessimism, gender and culture, the effect of stress on performance and productivity. അപ്പം സ്ട്രെസ്സിൻ്റെ ഒരു പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിയും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് ബാധിക്കുന്നുണ്ട്. അത് certain level of stress അത് കാര്യങ്ങളെ വേഗത്തിലാക്കും, കുറച്ചുകൂടെ പെർഫോമൻസിനെ നമുക്ക് ചെയ്യും. പക്ഷെ സ്ട്രെസ് certain level ബിയോണ്ട് ആണെന്നിരിക്കട്ടെ, ദാറ്റ് വിൽ അഫക്റ്റ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ കൂടുതൽ സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാറിന് ഒരു ജോലി സ്ഥലത്ത് നടത്തിയ പരീക്ഷണം, കൂടുതൽ സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വരാതെ വരും, സമയത്ത് അവർ വരികയില്ല, സമയത്ത് ജോലിക്ക് അറ്റൻഡ് ചെയ്യാതെ വരിക. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുക, പ്രൊഡക്ടിവിറ്റി നെഗറ്റീവായിട്ട് ബാധിക്കുക, പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് നെഗറ്റീവ് ഇതുമായിട്ട് വരിക, നന്നായിട്ട് വരാതിരിക്കും. കൂടുതൽ സ്ട്രെസ് കൂടുമ്പോൾ പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് എഴുതണമെന്നില്ല. ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ആകുമ്പോൾ കൂടുതൽ സ്ട്രെസ് കൂടുമ്പോൾ ആൾക്കാർ ചിലപ്പം കണ്ടമാനം ലോങ് ലീവ് എടുക്കും, ചില ഡ്യൂട്ടിക്ക് ഹാജരാകാതിരിക്കും, ആബ്സെൻറ്റിസം, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുക, പ്രൊഡക്ടിവിറ്റിയിൽ പ്രൊഡക്ഷൻ കുറയുക, ഓരോ വ്യക്തികളുടെയും പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുക. അപ്പോൾ ഇതാണ് സ്ട്രെസ് ഓൺ റിലേഷൻഷിപ്പ്. പലപ്പോഴും കാണുന്നത് റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. സ്ട്രെസ് കൂടുമ്പം ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പും വളരെ മോശമാകുന്നതായിട്ടാണ് കാണുന്നത്, കൂട്ടാൻ പറ്റില്ല. പലപ്പോഴും ആൾക്കാർ സ്ട്രെസ് കൂടുന്ന സമയത്ത് ആൾക്കാരായിട്ട് ഇടപെടാനായിട്ടോ അവരുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള താല്പര്യം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം certain level ഓഫ് സ്ട്രെസ് പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടുകയും അതിന് അപ്പുറത്ത് ബിയോണ്ട് ആ ലെവൽ ഇറ്റ് വിൽ നെഗറ്റീവ്ലി എഫക്റ്റ്, നെഗറ്റീവായിട്ടാണ് നമ്മളെ ചെയ്യുക. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് നല്ലതാണ്. സ്ട്രെസ് അപ്പം ആദ്യം നമ്മൾ വിചാരിക്കണം സ്ട്രെസ് പലതരത്തിലുള്ളതാണ്. നമ്മൾ ടെലിംഗ് അബൌട്ട് ഡിസ്ട്രെസ്. അപ്പോൾ ഓപ്റ്റിമൽ ലെവലിൽ, ഒരു ലെവലിന് അപ്പുറത്തേക്ക് നമ്മൾ സ്ട്രെസ് വരികയാണെങ്കിൽ
അത് പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസിനും നെഗറ്റീവായിട്ട് ബാധിക്കും. നടത്തിയ പരീക്ഷണങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിൽ നടത്തിയ സ്ട്രെസ് കൂടുമ്പോൾ ആൾക്കാർ ജോലിക്ക് വരുന്നില്ല. ആ ജോലിക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, പ്രൊഡക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുക, നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. കൂടുതൽ പ്രഷർ അവർക്ക് വരുമ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഈവൻ ഇൻ ദ ഫാമിലി പോലും സ്ട്രെസ് കൂടിയെന്നിരിക്കുക, റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് എഫക്റ്റിംഗ് നെഗറ്റീവ്ലി. അപ്പം ഇറ്റ് ഈസ് എഫക്റ്റിംഗ്. സോ മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് LOC, ഹാർഡ്നെസ്, സോഷ്യൽ സപ്പോർട്ട്, ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം, ജെൻഡർ ആൻഡ് കൾച്ചർ. ജെൻഡർ കൾച്ചറിനകത്ത് പ്രത്യേകം ചിലപ്പോൾ പറയാറുള്ളത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അത് ആണോ അല്ലയോ എന്നുള്ള പെടുന്നത് സാധാരണ നമ്മളിവിടെ പറയുന്നത് ജെൻഡർ ഓൾസോ വിൽ എഫക്റ്റ് സ്ട്രെസ്. നമ്മൾ പെട്ടെന്ന് പെണ്ണുങ്ങൾ ആങ്ഷ്യസ് ആകും, ആണുങ്ങളാകില്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇത് കുറേ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ വെച്ചാൽ പൊതുവേ നമ്മൾ പറയുന്നത് ജെൻഡർ സ്ട്രെസ്സിനെ ബാധിക്കുന്ന കാര്യമാണെന്നാണ്. അപ്പം LOC, ഹാർഡ്നെസ്, സോഷ്യൽ സപ്പോർട്ട്, ദെൻ ഹൗ ടു മാനേജ്. ഈ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പം ഇൻഡിവിജ്വൽ റെസ്പോൺസ് ഓഫ് സൈക്കോളജി സ്ട്രെസ് വിച്ച് ഇസ് ഓഫർ റിലേറ്റഡ് ടു നെഗറ്റീവ് ഇവൻറ്റ്. അപ്പം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അതിനെ നമ്മൾ പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താണോ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, ആ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റി അത് പോസിറ്റീവ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം. അപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പം നമ്മൾ സ്ട്രെസ് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ കുറിച്ച് മാത്രം എഴുതിയിട്ടില്ല, കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ സ്ട്രെസ്, സൈക്കോളജിക്കലി, എമോഷണലി, സോഷ്യലി എല്ലാം ഉണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ്സിനെ നേരിടാം, അതിനെങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത്, കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ സാധിക്കും. അപ്പം എന്താണ് സ്ട്രെസ്, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, സ്ട്രെസ് ഉണ്ടാകുന്നത് നേരിടാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുക. അപ്പം സ്ട്രെസ് എന്താണ്, കോസസ് ഓഫ് സ്ട്രെസ് എന്താണ്, എങ്ങനെ സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രെസ്സിൽ ഒരാൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു, ആ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എന്താണ്, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ നോക്കേണ്ട സ്ട്രെസ്സിനെ കുറിച്ച് വേറെ ധാരാളം ബുക്കുകൾ നമുക്ക് വായിക്കാൻ കിട്ടും. സ്ട്രെസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ധാരാളമുണ്ട്. അപ്പം ഇത് കുറേ വായിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റും. കാരണം സ്ട്രെസ്സിൻ്റെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്ട്രെസ് സൈക്കിളും ജനറൽ അഡാപ്റ്റേഷൻസിൻ്റെ ഗ്യാസും ഉണ്ട്. അതൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് വെച്ച് വായിച്ച് നോക്കണം. അപ്പം അപ്പോൾ ഞാൻ ഒരിക്കലൂടെ പറയുന്നതൊക്കെ സെൽഫ് ലേണിംഗ് ആണ്. ഇഗ്നോ എപ്പോഴും നമ്മൾ പറയുന്നത് സെൽഫ് ലേണിംഗ് ആണ്. അപ്പോൾ സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുറേ കൂടുതൽ ഇതിനകത്തുള്ള ബുക്കുകൾ നമ്മൾ വായിച്ചാൽ അറിയണം. പല ബുക്കിനകത്തും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, സൈക്കോളജിക്കൽ ചേഞ്ചസ്, കോസസ് എന്തൊക്കെയാണ്, സോഷ്യൽ ആസ്പെക്ട്സിൽ എങ്ങനെ അതിനെ കാണണം, ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതിനെക്കാളും സ്ട്രെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യുക. അപ്പോൾ അടുത്ത സ്ട്രെസ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ സ്ട്രെസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. ഹെൽത്ത്, ആരോഗ്യം എന്താണ്, ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെ നമ്മൾ സമൂഹത്തിൽ ആരോഗ്യമുള്ള ആളെ എങ്ങനെ പെരുമാറുന്നു, അതിന് സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് ഇന്നർ. അതുകൊണ്ട് നമുക്ക് ഈസ്റ്റേൺ കോൺസെപ്റ്റും കൂടെ നമ്മൾ നോക്കി വെക്കണം. വെസ്റ്റേൺ മാത്രമല്ല, ഈസ്റ്റേൺ കോൺസെപ്റ്റ് കൂടെ നമ്മൾ നോക്കി വെക്കണം. അപ്പം ഇന്ത്യൻ ഇത് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്നർ പീസാണ്. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, ഹൗ യു ആർ പെർസീവിങ് ദ സിറ്റുവേഷൻ, സാഹചര്യത്തെ എങ്ങനെ കാണുന്നു. അപ്പം ഒരു പർട്ടിക്കുലർ സാഹചര്യത്തോട് നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരണം എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഇനി സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. സ്ട്രെസ് മാനേജ്മെൻറ്റും കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. അതുവരെ നാളെ അടുത്ത ക്ലാസ്സിൽ വ്യാഴാഴ്ച നമുക്ക് കാണാം. നമസ്കാരം.